നിങ്ങളൊരു SEO ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരിക്കും കോർ വെബ് വൈറ്റൽസ് എന്ന് പറയുന്നത്. കോർ വെബ് വൈറ്റൽസ് എന്താണെന്ന് അറിയാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കോർ വെബ് വൈറ്റൽസ് മെയിനായിട്ട് 3 ഫാക്ടേഴ്സ് ആണ് അവർ കൺസിഡർ ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ വേൾഡ് യൂസർ എക്സ്പീരിയൻസ് ഫോർ ലോഡിംഗ്, പെർഫോമൻസ്, ഇന്ററാക്ടിവിറ്റി ആൻഡ് വിഷ്വൽ സ്റ്റെബിലിറ്റി ഓഫ് ദ പേജ്. ഈ 3 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് കോർ വെബ് വൈറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ പേജ് സ്പീഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റിൻ്റെ അകത്ത് പോയിട്ട്, ഇപ്പോൾ ഞാൻ SEO ചെയ്യുന്ന ഒരു സൈറ്റാണ് pradeepbala.com. സോ അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ കോർ വെബ് വൈറ്റൽസ് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് കണ്ടന്റ് ഫുൾ പെയിന്റ്, ലാർജസ്റ്റ് കണ്ടന്റ് ഫുൾ പെയിന്റ്, ക്യുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റ്, ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് കണ്ടന്റ് ഫുൾ പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആദ്യം ലോഡ് ചെയ്യുന്ന ആ ഒരു കണ്ടന്റ്, പീസ് ഓഫ് കണ്ടന്റിനെയാണ് ഫസ്റ്റ് കണ്ടന്റ് ഫുൾ പെയിന്റ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് കണ്ടന്റ് ഫുൾ പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പേജിൻ്റെ അകത്ത് ഏറ്റവും വലിയ പീസ് ഓഫ് കണ്ടന്റ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് ലാർജസ്റ്റ് കണ്ടന്റ് ഫുൾ പെയിന്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവമാണ്, ഈ ഒരു സ്ലൈഡറാണ് ലാർജസ്റ്റ് കണ്ടന്റ് ഫുൾ പെയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ അതാണ്. പിന്നെ ക്യുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ലേഔട്ട്, വെബ്സൈറ്റിന്റെ ലേഔട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും രീതിയിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ എന്ന് പറയുന്നത് നമ്മളൊരു വെബ്സൈറ്റിൽ ഒരു പേജിൽ വന്നതിന് ശേഷം അവിടുത്തെ ഏതെങ്കിലും ഒരു ഹൈപ്പർ ലിങ്കിലോ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ലോഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ അവർ ബ്ലോഗ് എന്ന് പറയുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്തു. സോ അത് ലോഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈമിനെയാണ് ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ ഒരു ഫാക്ടേഴ്സാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. എന്തിന്? മീൻസ് കോർ വെബ് വൈറ്റൽ എന്ന് പറഞ്ഞൊരു ഫാക്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് SEO ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീവർക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഫസ്റ്റ് കണ്ടന്റ് ഫുൾ പെയിന്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് കണ്ടന്റ് ഫുൾ പെയിന്റ് ലോഡ് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് 7.3 സെക്കൻഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോഡിംഗ് ടൈം കൂടുതലാണ്. സോ അതെന്ത് ചെയ്യണം? നമ്മൾ റീവർക്ക് ചെയ്യണം. അതിന് എന്തൊക്കെ സജഷൻസ് ഉണ്ടെന്നുള്ളത് അതിന്റെ താഴെ നമുക്ക് വളരെ വൃത്തിക്ക് അവൈലബിൾ ആണ്. സോ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഇതിൻ്റെ അകത്ത് കോപ്പി ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് മീൻസ് നിങ്ങളുടെ ഡെവലപ്പറിന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ട് അവർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഞാനിപ്പോൾ ഇത് പറയാനുണ്ടായ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗൂഗിള് കൺഫേം ചെയ്ത് പറയുന്നുണ്ട് എന്താണ്, ഇതൊരു റാങ്കിങ് ഫാക്ടർ തന്നെയാണ്. ഓക്കെ, ഇതൊരു മീൻസ് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കുറേ SEO ഗുരു എന്ന് പറയുന്ന കുറേ ടീംസിന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ചിലർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് റാങ്കിങ് ഫാക്ടർ അല്ല, ചിലർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് റാങ്കിങ് ഫാക്ടർ ആണ്, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സോ ഞാൻ അന്നും ഇന്നും പറയുന്നു, ഞാനും SEO ഗുരുവാണ് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് പറയും, എന്നെപ്പറ്റി പൊക്കി പറയാൻ എനിക്കൊരു തെണ്ടിയുടെയും ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ഞാൻ പറയുന്നു, കോർ വെബ് വൈറ്റൽസ് ഒരു റാങ്കിങ് ഫാക്ടർ തന്നെയാണ്. സോ അവരതിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം നമ്മുടെ സെർച്ച് എഞ്ചിൻ ജേർണൽ എന്ന് പറയുന്ന ബ്ലോഗ് നിങ്ങൾ വായിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവർ റാങ്കിങ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു റാങ്കിങ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു ഫ്രേസ് അവർ ചേഞ്ച് ചെയ്തിട്ട് സക്സസ് വിത്ത് സെർച്ച് എന്ന് പറയുന്ന ഒരു ടേമിലോട്ട് അല്ലെങ്കിൽ ഒരു ഫ്രേസിലോട്ട് അവർ മാറ്റി. മനസ്സിലാവും? അപ്പോഴും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു നിങ്ങളുടെ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ നിങ്ങൾക്കൊരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കോർ വെബ് വൈറ്റൽസിനെ കൺസിഡർ ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ കോർ വെബ് വൈറ്റൽസ് നിങ്ങൾ കൺസിഡർ ചെയ്യാതെയാണ് നിങ്ങൾ SEO പ്രോസസ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്ന pradeepbala.com എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സൈറ്റ് ഞാൻ SEO ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യുന്ന SEO പ്രോസസ്സ് എത്ര ബെറ്റർ ആയിട്ട് ഓൺ പേജ് SEO പ്രോസസ് ചെയ്താലും വെബ്സൈറ്റിന്റെ ലോഡിംഗ് ടൈം, അതുപോലുള്ള ഇന്ററാക്ടിവിറ്റി, അതുപോലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് ഇതേപോലുള്ള ഇഷ്യൂസ് ഇല്ല, ഇന്ററാക്ടിവിറ്റിക്ക് പ്രോബ്ലം ഇല്ല, ലോഡിംഗ് എക്സ്പീരിയൻസ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ പേജായിരിക്കും യൂസേഴ്സ് മീൻസ് എൻഗേജ്മെന്റ് കൂടും, അതിനനുസരിച്ച് അവരുടെ വെബ്സൈറ്റ് ടോപ്പിലോട്ട് പോകും, എൻ്റെ വെബ്സൈറ്റ് താഴോട്ട് വരും. മനസ്സിലായോ? സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മളുടെ യൂസേഴ്സിന് എപ്പോഴും ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ സൈറ്റ്. എത്രയൊക്കെ ബെറ്റർ ആയിട്ട് നമ്മൾ ഓൺ പേജ് SEO ചെയ്താലും അവർ നമ്മളുടെ സൈറ്റിൽ വന്നതിന് ശേഷം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ വെബ്സൈറ്റിന് ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യില്ല. അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ എപ്പോഴും നിങ്ങൾ ഓൺ പേജ് SEO ചെയ്യുന്ന അല്ലെങ്കിൽ SEO പ്രോസസ്സിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന കോർ വെബ് വൈറ്റൽസ് ചെക്ക് ചെയ്ത് എന്തൊക്കെ ഇഷ്യൂസ് ആണോ ഉള്ളത് അത് ഫുള്ള് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ബാക്കിയുള്ള പ്രോസസ്സിലോട്ട് പോവുക. ഓക്കെ, സോ കൺസിഡർ ദിസ് core web vitals. Okay, success with search. Thank you.